ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വീഡിയോയുമായി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. റസൽ, കണ്ണൂരിൽ നിന്നുള്ള റസലാണ്, കതിരൂർ. അപ്പോൾ റസലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ റസൽ വലിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതായത് ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര, പറ്റുമെങ്കിൽ ഭാരതം മുഴുവൻ സഞ്ചരിക്കണം എന്നാണ് റസലിൻ്റെ ആഗ്രഹം. അപ്പോൾ റസൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് റസലിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് റസൽ. കണ്ണൂർ കതിരൂരാണ് വീട്. പിന്നെ ലിജു സാറുടെ ഗ്രൂപ്പിലൊരു മെമ്പറും കൂടിയാണ്, ലഡാക്ക് ലവേഴ്സിൻ്റെ. പിന്നെ ഞാൻ പുതിയൊരു യാത്ര പോവാണ്, നോർത്ത് ഈസ്റ്റ് 7 സിസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പലതരത്തിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, ഹിച്ച് ഹൈക്കിങ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ബൈക്ക് എടുത്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ, ബസ്സിൽ അല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവലിംഗ് കമ്പനീൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ നമ്മൾ പോകാറുണ്ട്. ഇതിപ്പോൾ ഒറ്റയ്ക്ക്, അതായത് സോളോ ആയിട്ട് അല്ലെങ്കിൽ അത്ര യാത്ര ചെയ്ത് പരിചയമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. അതിനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? തീരുമാനം എടുക്കാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നില്ല. മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തത് ഞാൻ സ്പോർട്സ് അത്ലറ്റിക്സിൽ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ടൂർണമെൻറ്റ്സിലൂടെ, അതായത് ഇത്ര മാസം കൂടുമ്പോൾ ടൂർണമെൻറ്റ്സ് ഉണ്ടാവും. അത് ചിലപ്പം തമിഴ്നാട്ടിലായിരിക്കും, അങ്ങനെ ചെന്നൈ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും, കേരളത്തിൻ്റെ തന്നെ പല ജില്ലകളിലായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ട്രാവൽ ചെയ്തത്. അത്യാവശ്യം സൗത്ത് അങ്ങനെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ടൂർ എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, സ്പോർട്സിൽ നിന്ന് ഞാൻ മാറി. ഞാൻ നാഷണൽസ് ചെയ്തു, ആന്ധ്രയിൽ വെച്ചിട്ട് 400 മീറ്റർ നാഷണൽസ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ആ ഒരു നാഷണൽസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ഞാൻ സ്പോർട്സിൽ നിന്ന് കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചു. അപ്പോൾ എന്ന് പറയുമ്പം സ്പോർട്സിലൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. പിന്നെ ട്രാവലിംഗ് ചെയ്യാൻ എനിക്ക് എന്താ പറയുക, പിന്നെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ എന്ന് പറയുമ്പം എനിക്ക് പിന്നെ മനസ്സിലായി, അതായത് ട്രാവലിങ്ങിലൂടെ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല ശരിക്കും. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഈ ഒരു ഏജിന് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ളൊരു മോഡ് ഓഫ് ട്രാവലിങ് എനിക്ക് ഹിച്ച് ഹൈക്കിങ് ആണെന്ന് തോന്നി. കാരണം ബൈക്കിലൂടെയും നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് ട്രെയിനിലൂടെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ എക്സ്പെൻസീവ്, അതായത് എൻ്റെ ഒരു ഏജിൽ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതും നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് ഈ ഒരു ഹിച്ച് ഹൈക്കിങ്ങിലൂടെയാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങുക, കൾച്ചർ പഠിക്കുക, ഗ്രാമങ്ങൾ, നല്ലതും വേസ്റ്റും ആയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതായത് പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അതുപോലെ എന്താ പറയുക, പലതരം ആൾക്കാർ, പലതരം മനുഷ്യന്മാരെ കാണേണ്ടി വരും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരിക്കും, അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് ഈ ഒരു 2-3 മാസം നീളുന്ന ഒരു യാത്ര ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു 10-40 വർഷം ജീവിച്ച എക്സ്പീരിയൻസ് എനിക്ക് കിട്ടും എന്നാണ് ഇതുപോലെ യാത്ര ചെയ്തവർ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഈ ഒരു ഏജിൽ അതൊരു വലിയൊരു എന്താ പറയുക, അതൊരു അസറ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത് തന്നെ ഒന്ന്. അപ്പോൾ റസൽ ഈ ഒരു യാത്രയ്ക്ക് തീരുമാനിച്ച സമയത്ത്, ഇങ്ങനെ ഒരു ചിന്ത വീട്ടിൽ പറഞ്ഞ സമയത്ത്, വീട്ടിലുള്ള പ്രധാനമായിട്ടും അമ്മമാരാണല്ലോ ഇത് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അത് മുടക്കം നിൽക്കുക. അപ്പോൾ എന്തായിരുന്നു പ്രതികരണം? സത്യം പറയുകയാണെങ്കിൽ ഉമ്മക്ക് നല്ല പേടിയുണ്ട്. എന്താ പറയുക, അത്രയും റിസ്ക് ആണല്ലോ, അത്രയും റിസ്ക് എടുത്തിട്ടാണല്ലോ പോകുന്നത്. പക്ഷേ എന്തായാലും എൻ്റെ ആഗ്രഹം കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചു. എന്താ പറയുക, പേടിയുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, അതിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നല്ല കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ്, അതായത് സേഫായിട്ട് യാത്ര ചെയ്യുന്നു, അതായത് എന്താ പറയുക, ഒരു ഇരുട്ടാവുന്നതിന് മുന്നേ ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നീ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ ഗാഡ്ജറ്റാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്? ഗാഡ്ജറ്റ്സ് ഇപ്പോൾ നമുക്ക് ഒരു വീടായിട്ട് ടെൻ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഒരു മാറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, അവിടെ ഈ ഹോട്ടലോ അതുപോലുള്ള കാര്യങ്ങളിലോ ഒന്നും റൂം എടുക്കണ്ട. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് എനിക്ക് കുറക്കാം. അപ്പോൾ അതിന് ടെൻ്റ്, സ്ലീപ്പിംഗ് ബാഗ്, നോർമൽ ആ ഒരു ഇതുണ്ട്.
പിന്നെ കുക്കിങ്ങിന് ചെറിയൊരു പാത്രം, അതുപോലെ അത്യാവശ്യം കുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പാത്രം, അതുപോലെ സ്പൂണ്, ഗ്ലാസ്, അങ്ങനെയുള്ള ഒരു കുക്കിങ്ങിന് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ സ്റ്റീലിൻ്റെ, നമുക്ക് വേണമെങ്കിൽ അലൂമിനിയം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചെറിയൊരു പൈസയേ ആയിട്ടുള്ളൂ. പിന്നെ പവർ ബാങ്ക്, വയേഴ്സ്, ചാർജർ, അങ്ങനെ ഒരു സെറ്റ്, പിന്നെ ടോർച്ച്, പിന്നെ പിന്നെ കയറൊക്കെ നമുക്ക് അത്യാവശ്യം ആറിയിടാൻ. അത് ചെറിയൊരു സാധനമാണെങ്കിലും അതിൻ്റെ കൊണ്ടുള്ള ഗുണം ഭയങ്കരമാണ്. കയറ്, പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇങ്ങനത്തെ ടൈ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു റക്സാക്ക്, അത് പറയാൻ പറ്റും. റക്സാക്ക് നമ്മുടെ ബാഗ്, വലിയ ബാഗ്, നമുക്ക് റക്സാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 70 ലിറ്ററിൻ്റെ ബാഗ്. ഞാൻ യൂസ് ചെയ്ത ഗാഡ്ജറ്റ്സ് ഒക്കെ ഡെക്കാത്തലോണിൻ്റെയും കൂടിയാണ്. അതെന്ന് പറയുമ്പം ഡെക്കാത്തലോൺ ശരിക്കും ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല, കാര്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് അസറ്റും കൂടിയാണ്. കാര്യം എന്ന് പറയുമ്പം ഇത്ര വർഷത്തെ വാറൻറ്റി ഉണ്ട്. എത്ര ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് ഇത്ര വർഷത്തെ വാറൻറ്റി ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഡൽഹിയിൽ നിന്നാണെങ്കിലും ഡാർജിലിംഗിൽ നിന്നാണെങ്കിലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, നമുക്ക് ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഞാൻ ടെൻറ്റ്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡെക്കാത്തലോണിൽ വാങ്ങിച്ചത്. പിന്നെ മെയിനായിട്ടുള്ളത് മെഡിസിൻസ്. അത് ഞാൻ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട എല്ലാം അത്യാവശ്യം, എനിക്കെല്ലാം എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. അത്യാവശ്യം ഞാൻ ഡോക്ടറെ കണ്ടിട്ട് തന്നെ അതുപോലെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡോക്ടറിൻ്റെ നമ്പറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഫാർമസിസ്റ്റിൻ്റെ നമ്പറും വാങ്ങിച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഓൺ ദ വേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് തരം വൈറസാണ്, എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പെട്ടെന്ന് ഡോക്ടറെ കാണുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല, അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ ബാക്കപ്പായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഡോക്ടറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത്. എന്തൊക്കെയോ മിസ്സായിട്ടുണ്ട്. പിന്നെ വിൻ്റർ സെറ്റ്, തണുപ്പിൻ്റെ വെറും ഫ്ലീസ് ഉണ്ട്, ഒരു സെറ്റർ പോലത്തെ നമുക്ക് അത്യാവശ്യം ഊട്ടിയിലൊക്കെ ഇടുന്നത്. അത് മാത്രമാണ് ഞാൻ കരുതിയത്. കാരണം അത്യാവശ്യം ഓൺ ദ വേ 0 to 10 ഡിഗ്രി ആവില്ല, എന്നാലും കൂടി വന്ന 10-15 അങ്ങനെ മാത്രമേ ആ ഒരു ഇതിലായിരിക്കും തണുപ്പുണ്ടാകുക. അപ്പോൾ അതിന് ഫ്ലീസ് ഇനഫ് ഓക്കെ ആണ്. പിന്നെ ബാക്കി നമുക്ക് വിൻ്റർ സെറ്റ് ഓൺ ദ വേ ഞാൻ വാങ്ങിക്കും. ഡൽഹിയിൽ, അതുപോലെ കാഠ്മാണ്ഡുവിൽ, അങ്ങനെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിൻ്റർ സെറ്റ് കുഴപ്പമില്ല, ഒന്നെ അടുത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ റസലിൻ്റെ യാത്ര ഈ മാസം 10-ാം തീയതി, അതായത് ജൂലൈ 10-ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റസലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ റസലിന് ഞാൻ ചെറിയൊരു സമ്മാനം എടുത്തിട്ടുണ്ട്, ഒരു ലഡാക്ക് ഫ്ലാഗ്. കൂടാതെ നമ്മുടെ ലഡാക്ക് ലവേഴ്സിൻ്റെ നമ്മുടെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട്. അതായത് ഓൾ ഇന്ത്യ യാത്ര പോകുന്ന ആളുകൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ് ലഡാക്ക് ലവേഴ്സ്. അതിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ ഒരു ഫ്ലാഗ് കൊടുക്കുകയാണ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മുടെ റസലിൻ്റെ യാത്രകൾ അവൻ്റെ യൂട്യൂബ് ചാനലായ കണ്ണൂർ റിവീൽസിൽ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പേര് മറക്കണ്ട, കണ്ണൂർ റിവീൽസ്. പിന്നെ റസലിൻ്റെ ഇൻസ്റ്റാ പേജുണ്ട്, അതിലും യാത്രകൾ അപ്ഡേഷൻ വരും. ഇൻസ്റ്റാ പേജ് എന്തായിരുന്നു? കണ്ണൂർ റിവീൽസ് ആണ്. കണ്ണൂർ റിവീൽസ് തന്നെ ഇൻസ്റ്റാ പേജ്, സെയിം തന്നെ. ഫേസ്ബുക്ക് എന്താണ്? ഫേസ്ബുക്കിൽ ഞാൻ നിർബന്ധിച്ച് നമ്മുടെ ലഡാക്ക് ലവേഴ്സിൽ അപ്ഡേഷൻ ഇടും. അപ്പോൾ എന്തായാലും റസലിൻ്റെ യാത്രകൾ നമുക്ക് റസലിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം സാറെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ എന്താ പറയുക, സന്തോഷമായി, ഹാപ്പി. ഓക്കെ, മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.